ക്ലിന്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഭാരതമാകെ പ്രസിദ്ധമായ ഇന്ത്യയിൽ നിന്നെമ്പാടും ഭക്തജനങ്ങൾ വന്ന് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന സ്വർണം കട്ടവൻ ആരപ്പ എന്ന പാട്ട് പാടിക്കൊണ്ടിരിക്കെ തന്നെ കേരളത്തിൽ വലിയ തോതിൽ സ്വർണവും രത്നങ്ങളും വൈഡൂര്യങ്ങളും എല്ലാം ശേഖരിച്ചു വയ്ക്കപ്പെട്ട ഒരു അമ്പലമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അതിൻ്റെ മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു ഐക്കണാണ്, തിരുവനന്തപുരത്തിൻ്റെ പ്രതീകമാണ് അനന്തപുരം. ശ്രീ പത്മനാഭൻ്റെ നാടാണ്. തിരുവിതാംകൂർ മഹാരാജാവ് പത്മനാഭന് അടിയറ വെച്ച് ഭരണം ആരംഭിച്ച ഒരു സ്ഥലമാണ്. പിന്നീട് കേരളത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്നത് തിരുവനന്തപുരത്തായി. 3 രാജ്യമായി കിടന്ന തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഒന്നിച്ചേർന്ന് കേരളമായപ്പോൾ ഭരണത്തിൻ്റെ ആസ്ഥാനമായത് തിരുവനന്തപുരമാണ്. അതുകൊണ്ട് തന്നെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് ഇത്തവണത്തെ ഭരണത്തെ തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങൾ ഇത്തവണത്തെ ഭരണത്തെ എങ്ങനെ സ്വാധീനിക്കും, ഏതെല്ലാം തരത്തിലാണ് ആ വിധിയെഴുത്തുണ്ടായിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു ചർച്ചയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ശ്രീ പി അനിൽ, നമ്മൾ പറഞ്ഞതുപോലെ തിരുവനന്തപുരം പത്മനാഭൻ്റെ മണ്ണാണ്, പത്മനാഭദാസന്മാരായിട്ടാണ് ഇവിടെ രാജാക്കന്മാർ ഭരിച്ചിട്ടുള്ളത്. നമ്മുടെ ജനദാസന്മാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. ജനദാസന്മാർ ആരായാലും UDF ആയാലും LDF ആയാലും മാറി മാറി വരുന്നവർ ജനദാസന്മാരാണ്. ഇത്തവണത്തെ ജനങ്ങളുടെ ദാസൻ, മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ പോകുന്ന ദാസൻ ആരാണെന്നാണ് ഈ വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള ഒരു വിലയിരുത്തൽ നമുക്ക് എങ്ങനെയാണ് അതിനെ കാണുന്നത്? തീർച്ചയായും ഈ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി കസേരയിൽ ആര് ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം നേടുന്ന മുന്നണിയാണ്. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഈ കസേരയിലേക്ക് തിരുവനന്തപുരത്തുകാരായ ആളുകൾ ആധുനിക കേരളത്തിന്റെ ഭാഗമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആയിട്ടില്ല. അതൊരു വൈരുദ്ധ്യം, വളരെ മറ്റൊരു വലിയ വൈരുദ്ധ്യം. ആലപ്പുഴക്കാരനായിട്ടുണ്ട്. ആലപ്പുഴക്കാരൻ വരെ ആയിട്ടുണ്ട്. അതെ, അതെ. ഇവിടെ ആയിട്ടുള്ളത് തിരുക്കൊച്ചിയിൽ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു എന്നല്ലാതെ പിന്നീട് അതിന് വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. എന്തായാലും പട്ടത്താണ്ടുകളെ പറ്റിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം ഞാൻ പറയുന്നതിന് മുമ്പ്, ഈ തിരുവിതാംകൂർ മോഡൽ ഭരണമാണ് ഇന്ന് BJP ഇന്ത്യയിലാകെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഒരു രാജ്യത്തിന്റെ അധികാരം പിടിക്കുന്നു, അതിനുശേഷം ഭരിക്കുന്നത് ദൈവമാണെന്ന് പറയുന്നു, ശ്രീപത്മനാഭനാണെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ഞാനെന്ന രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഭരണം നടത്തി. അതെ, പത്മനാഭന് വേണ്ടി ഞാൻ ഭരണം നടത്തുന്നു പറയുമ്പോൾ ജനങ്ങൾ ദൈവത്തിനെതിരെ തിരിയാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഗൂഢലക്ഷ്യം അന്ന് ഉണ്ടായിരുന്നു. എന്തായാലും ഈ അജണ്ട യഥാർത്ഥത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന BJPക്ക് ഇവിടെ ഉദ്ദേശിക്കുന്ന തരത്തിൽ ക്ലച്ച് പിടിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് വലിയ വൈരുദ്ധ്യം. അപ്പൊ എന്നാലും കേരളത്തിൽ നമ്മൾ കാണാതെ പോകരുത്, കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരത്താണ് അവർ അതെ അത് ചരിത്രപരമാണ്. അപ്പൊ അവരുടെ രാഷ്ട്രീയമായ തൃശ്ശൂരിൽ ലോക്സഭയിലേക്ക് ആദ്യമായി ഒരു സീറ്റ് നേടുന്ന സുരേഷ് ഗോപി തൃശ്ശൂരും വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ സാന്നിധ്യത്തിലാണ്. പക്ഷെ തിരുവനന്തപുരത്ത് അവര് ഇപ്പം ഒരു സീറ്റിന്റെ കുറവുണ്ടെങ്കിൽ പോലും സ്വതന്ത്ര പിന്തുണയോടുകൂടി നഗരസഭാ ഭരണം കേരളത്തിൽ ആദ്യമായി ഒരു നഗരസഭയുടെ പ്രധാനപ്പെട്ട നഗരസഭയുടെ ക്യാപിറ്റൽ സിറ്റിയുടെ നഗരസഭയുടെ ഭരണം പിടിച്ചു എന്നുള്ളത്. പിന്നെ ഇപ്പോൾ അവർ തിരുവനന്തപുരത്ത് 4 സീറ്റുകളിൽ പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. അതുകൊണ്ട് ആ 4 എത്ര കിട്ടുന്നു എന്നുള്ളത് എന്തായാലും തിരുവനന്തപുരത്ത് അവരുടെ ആഗ്രഹങ്ങളും പത്മനാഭ ക്ഷേത്രത്തിന്റെ ദാസ ചരിത്രവും ഒക്കെ തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്തായാലും തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളുടെയും സ്ഥിതി 2016 21 ആയിരിക്കില്ല എന്ന് LDF UDF അംഗീകരിച്ചിരിക്കുന്നു. രണ്ടുപേരും പ്രത്യേകിച്ച് LDF എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കോവളം ഒഴികെ ബാക്കി 13 സീറ്റിലും LDF ജയിക്കുകയായിരുന്നു. അതിന് ഒരു ആവർത്തനം അങ്ങനെ ഉണ്ടായില്ല. ഇനി എത്ര LDF നിലനിർത്തും, എത്ര UDF പിടിച്ചെടുക്കും എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. CPM-ന്റെ ഒടുവിലത്തെ വിലയിരുത്തൽ എന്ന് പറയുന്നത് വന്നിരിക്കുന്നത് 4 സീറ്റ് മാത്രമാണ് ഉറപ്പുള്ളത്. ബാക്കി എല്ലായിടത്തും പലയിടത്തും ബലാബലവും എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ 4 സീറ്റ് എന്ന് പറയുന്നത് പാറശാല, ആറ്റിങ്ങല്, വാമനപുരം, പിന്നെ സീറ്റാ വർക്കല. പക്ഷെ വർക്കലയും ടൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും ഒടുവിൽ മറ്റ് വിശദീകരണങ്ങൾ വന്നിരിക്കുന്നത്. വർക്കല അത്ര എളുപ്പമല്ലെന്ന് പറയുന്നത്. എന്തായാലും ഇതുവരെയുള്ള ഒരു ചരിത്രത്തിൽ 2 പ്രാവശ്യം തുടർച്ചയായി കോൺഗ്രസിന്റെ പ്രതിനിധിയായി ജയിച്ചു വന്ന വർക്കല കഹാർ ഇപ്പം മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും
സ്വാഭാവികമായി വർക്കലയിൽ ഒരു CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊരു മുൻതൂക്കം നമുക്ക് കാണാം. ആറ്റിങ്ങലിൻ്റെയൊക്കെ സ്വഭാവം മാറിയെങ്കിലും, ആറ്റിങ്ങലിൽ UDF മോശമായി മാറിയെങ്കിലും ആ സ്ഥലത്തേക്ക് BJP വരികയായിരുന്നു, LDF ലക്ഷണം ഉണ്ടായില്ല. എന്തായാലും ഈ 14 മണ്ഡലങ്ങളിൽ 13 വിജയിച്ച് കയറിയ എന്ന് മാത്രമല്ല, വോട്ടിന്റെ സ്വഭാവം നോക്കിയാൽ ചെറിയ വ്യത്യാസത്തിലല്ല, നല്ല വ്യത്യാസം വിജയിച്ച് കയറിയ മണ്ഡലങ്ങളിൽ ഇപ്പോ ഞാൻ ഇത് 4 പറയുമ്പോൾ അതിനോടൊപ്പം ഞാൻ വ്യക്തിപരമായി നെടുമങ്ങാട് കൂട്ടുന്നു. നെടുമങ്ങാട് കൂടുന്നു. പാറശാലയിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ നെയ്യാറ്റിൻകരയും കാട്ടാക്കടയും പഴയതുപോലെയല്ല, കുറച്ച മത്സരം നടക്കുന്നുണ്ട്, ഒരിക്കുന്നുണ്ട്. ആറ്റിങ്ങൽ അത്ര മോശമല്ല. പിന്നെ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അവിടെ നമുക്ക് പറയാൻ ഇഞ്ചോടിഞ്ചെന്ന് പറയാത്ത രീതിയിൽ, കാരണം ഇപ്പം ഇന്നും മുരളീധരൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്, മുരളീധരൻ നോക്കിയിട്ട് മത്സരം ഞങ്ങൾ തമ്മിലാണ്, LDF-ആയിട്ടാണ് എന്റെ മത്സരം. അവര് ബൂത്തിലിരിക്കാനേ ആളുണ്ടായിരുന്നു, പക്ഷെ ഒരു ആവേശമൊന്നും അത്ര വളരെ ശരിയാണ്, വളരെ ശരിയാണ്, വളരെ വസ്തുതാപരമാണ്. വട്ടിയൂർക്കാവിൽ നോക്കൂ, BJP NDA 3ാം സ്ഥാനത്ത് പോകുമെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നമുക്ക് മറ്റൊരു ചിത്രമാണ് നമുക്ക് നേമത്തും കഴക്കൂട്ടത്തും പറയാനുള്ളത്. അവിടെ അപ്പം ഈ 3ഇടത്തും LDF-ഉമായിട്ടാണ് മറ്റ് മുന്നണികൾ മത്സരിക്കുന്നത്. അവിടെ വട്ടിയൂർക്കാവിൽ മുരളീധരന് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, വസ്തുതാപരമായിട്ട് തന്നെ പറയാം. വിലയിരുത്തലിലേക്കൊക്കെ പിന്നീട് പലപ്പോഴും നമുക്ക് വിശദമായി കിടക്കാം. ഈ നമുക്ക് ആദ്യം BJP-യുടെ ഇത്തവണത്തെ ഈ തിരുവനന്തപുരത്തെ 4 സീറ്റുകൾ അവര് വളരെ ശക്തമായ പോരാട്ടം നടക്കുന്ന 4 സീറ്റുകൾ അല്ലേ? 3 പിന്നെ ആറ്റിങ്ങലും കാട്ടാക്കടയും ചേർക്കാം. കാരണം PK കൃഷ്ണദാസ് മത്സരിക്കുന്നു. 5 സീറ്റില് അവര് ശക്തമായ ഒരു സാന്നിധ്യമായി തിരുവനന്തപുരത്ത് ഈ ഇവിടുത്തെ തോറ്റാ പോലും അവർ പിടിക്കുന്ന വോട്ട്. ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം എന്ന് പറയുന്നത് ശക്തമായ ഒരു 3 മുന്നണിയുടെ സാന്നിധ്യം തെളിയിക്കുന്ന ഒരു ജില്ലയായിട്ട് മാറുന്നുണ്ടോ? അത് ഇത്തവണ അറിയാൻ പറ്റും. പക്ഷെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈ പ്രാവശ്യത്തെ കാര്യം നമുക്ക് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ അതിർത്തിക്കുള്ളിലുള്ള ഏകദേശം 7 നിയമസഭാ മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 2 ലക്ഷത്തിലധികം വോട്ടർമാർ SIR-ലൂടെ കുറഞ്ഞുപോയ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഓരോ മണ്ഡലങ്ങളെടുത്താൽ, ഇപ്പം കഴക്കൂട്ടത്തെടുത്താൽ ഏതാണ്ട് 31,000 വോട്ടർമാരാണ് ഈ പ്രാവശ്യം കുറച്ച് വോട്ട് ചെയ്തത്. കുറച്ച് വോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് കൂടിയിട്ടും ആകെ ചെയ്ത വോട്ടർമാരുടെ എണ്ണത്തിൽ 31,000-ന് കുറവ് വന്നു. അപ്പം ഈ കുറവ് 30,000-ഓളം അല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിൽ സംഭവിച്ചിട്ടുള്ള കുറവ് ഏത് മുന്നണിക്കായിരിക്കും കൂടുതൽ കുറവുണ്ടാക്കുന്നത് എന്നാണ് വളരെ പ്രധാനപ്പെട്ടത്. ഞാൻ പറഞ്ഞത് പലപ്പോഴും നമ്മൾ ഇതിനെ മാറ്റി ഒരു പക്ഷേ ഇതിപ്പം ഭാവി രാഷ്ട്രീയത്തിന്റെ ഒരു ദിശാസൂചകമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. കാരണം ശക്തമായി മൂന്നാമത് വരുന്ന മുന്നണി ചില മണ്ഡലങ്ങളിൽ 2ാമതായിട്ടുണ്ട്, ചില മണ്ഡലങ്ങളിൽ അവർ 3ാമത് തന്നെ പറയുകയാണ്. കേരളത്തിൽ മൊത്തം എടുക്കുകയാണെങ്കിൽ തന്നെ അവരുടെ A-ക്ലാസ് മണ്ഡലങ്ങളിലെല്ലാം തന്നെ അവർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 1ാമത് വന്നിട്ടുണ്ട്. ഇപ്പൊ കഴക്കൂട്ടം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 1ാമത്, നേമത്ത് 1ാമത് വന്നിട്ടുണ്ട്. അപ്പം 1-ലും 2-ലും നിൽക്കുന്ന ആളുണ്ടല്ലോ. അത് കേരളത്തിന്റെ ഒരു പൊതുവായ ഭാവി രാഷ്ട്രീയ ചിത്രത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ട് കരുതുന്നു? തീർച്ചയായും. നോക്കൂ, കേരളത്തിലെ ഈ ഭരണകക്ഷിക്കെതിരായിട്ടുള്ള വികാരം പണ്ട് ഏകപക്ഷീയമായിട്ട് പ്രതിപക്ഷം ഒരു ഗ്രൂപ്പ് ഓഫ് രാഷ്ട്രീയ പാർട്ടികൾ LDF or UDF ഉപയോഗപ്പെടുത്തുന്നതിന് പകരം ഭരണകക്ഷിക്കെതിരായി ഉള്ള ജനങ്ങളുടെ ഒരു പൊതുവികാരം 2ആയി തിരിഞ്ഞു പോകുന്നത് ഫലത്തിൽ കഴിഞ്ഞ പ്രാവശ്യവും അങ്ങേ പ്രാവശ്യവും അത് LDF-ന് ഗുണപരമാകുമെങ്കിൽ ഈ പ്രാവശ്യം ഭരിക്കുന്ന കക്ഷിക്കെതിരെ വലിയ ജനവികാരം ഉണ്ടാകുമ്പോൾ മാത്രമേ പ്രതിഫലിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ 3ാം മുന്നണിയുടെ സാന്നിധ്യം പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊരു കാര്യം പറയട്ടെ, നമ്മൾ തിരുവനന്തപുരത്താണ് ഈ ഭരണത്തിന്റെ സ്പന്ദനങ്ങൾ ആദ്യം വെളിപ്പെടുന്നതും ആദ്യം ആളുകൾ അനുഭവിച്ചറിയുന്നതുമായ തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഇവിടെ ഇരിക്കുന്നത്, എല്ലാ ഭരണത്തിന്റെയും ഇത് നടക്കുന്നതും ഭരണത്തിന്റെ നല്ല വശവും കൊള്ളരായ്മകളും എല്ലാം ആദ്യം തിരുവനന്തപുരംകാരെ അറിയുന്നത്. ഇതിപ്പം സോഷ്യൽ മീഡിയയും മറ്റു മാധ്യമങ്ങളും ഒക്കെ സജീവമായ മാധ്യമങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് മറ്റു നാട്ടുകാർ അറിയെങ്കിലും പണ്ട് ഭരണത്തിന്റെ സ്പന്ദനം നമ്മൾ ഈ പറഞ്ഞ തെരുവീതികളിലൂടെയാണ് ഈ രാജാവിനെ വിമർശിക്കുന്ന കുഞ്ചൻ നമ്പ്യാര് കടന്നുപോയിട്ട് പയ്യെ നിനക്കും പക്കത്താണോ ഊണെന്ന് ചോദിച്ചത്. അപ്പം എന്താ ഭരണത്തെ വിലയിരുത്തുന്നതാണ്. ഭരണത്തെ ആദ്യമായി വിലയിരുത്തുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. ആ നിലയ്ക്ക് ഈ ഭരണവിരുദ്ധ വികാരം ആദ്യം പ്രകടമാവുന്നത് തിരുവനന്തപുരത്തായിരിക്കില്ലേ? അതെ, തീർച്ചയായും. ഭരണവിരുദ്ധ വികാരം ഏറ്റവും ശക്തമായി തിരുവനന്തപുരത്ത് പ്രകടമാവുന്നു മാത്രമല്ല, ഇവിടുത്തെ കച്ചവട മേഖലയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വികാരമുണ്ട്. പൊതുവെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി തിരുവനന്തപുരത്ത് ഭരിക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും മറ്റ് ജില്ലകളിൽ നിന്ന് ഇവിടെ സ്ഥിരമായി വന്ന് താമസിക്കുകയും പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ചില സംവിധാനം ഇവിടെ സജീവമായി മാറുന്നത്. അതുകൊണ്ട് ഇവിടെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം
അവരേത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും കച്ചവടം കൊഴുക്കണമെങ്കിൽ ഐക്യമുന്നണി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണം നടക്കണം ഒരു പൊതുവികാരമുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം അത് നല്ല വശമാണ്. എക്കണോമിക് ആക്ടിവിറ്റി ആ അർത്ഥത്തിൽ അത് നല്ല വശമാണ്. സാമ്പത്തിക അതെ അതെ. ഹോട്ടലുകൾ മാത്രമല്ല ജനങ്ങളുടെ ഫിനാൻഷ്യൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നത് തന്നെ അങ്ങനെ ഇവിടെ എടുക്കാം. അല്ല അത് പലപ്പോഴും അത് ഇവിടെ സംഭവിക്കുന്നത് പലരും പല അഴിമതിയുമായൊക്കെ ബന്ധപ്പെട്ടാണെങ്കിൽ പോലും ഇവിടെ വ്യവഹാര രംഗത്ത് ഒരു ഉണർവ് പലപ്പോഴും UDF വന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം ഭരണം മാറും എന്ന് പറയുമ്പോൾ 10 വർഷമായി ആ മേഖല ഉറങ്ങിക്കിടക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. അതിനൊരു മാറ്റം ആ മേഖല ഉറങ്ങിക്കിടക്കുകയാണ്. അതെ അതെ. അപ്പൊ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിൽ പോലും UDF അധികാരത്തിൽ വന്നാൽ കുറച്ചുകൂടി കച്ചവടം മെച്ചപ്പെടും എന്നുള്ള ഒരു ധാരണയുണ്ട്. എങ്കിലും പൊതുവെ തിരുവനന്തപുരത്ത് വലിയ സമരങ്ങൾ കഴിഞ്ഞ 10 വർഷം ഉണ്ടായിട്ടില്ല. പൊതുവെ തിരുവനന്തപുരം നഗരത്തെ പിടിച്ചുലയ്ക്കുന്ന സമര പരമ്പരകൾ കൊണ്ട് വീർപ്പൂട്ടിക്കുന്ന LDF ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ നഗരത്തിൽ ഒരു സമാധാനം കഴിഞ്ഞ 10 വർഷം ഉണ്ടായെന്നുള്ള ഒരു ആശ്വാസം കൂടി. സമാധാനം വേണമെന്ന് അല്ല, ജനാധിപത്യത്തിൽ അങ്ങനെ സമാധാനം ഒന്നും വേണ്ടതില്ല. അതുകൊണ്ടാണ് നമ്മളും കഴിയുമെങ്കിൽ LDF അടുത്ത 5 വർഷം പുറത്തു നിന്ന് എങ്ങനെ സമരം ചെയ്യണം, എങ്ങനെ സമരം ചെയ്യാൻ കഴിയാത്ത ഇപ്പോഴത്തെ 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് 20 വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് കുട്ടിയെന്നല്ല ചെറുപ്പക്കാരൻ സമരം എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവര് 10-15 വയസ്സ് SLC കഴിഞ്ഞാലല്ലേ സമരം നടക്കാൻ പറ്റും. അപ്പൊ അവര് സമരം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവുമെങ്കിൽ അത് സ്വാഗതം.